നിയമസഭയിൽ ആദ്യ ജയം LDF-ന് തന്നെയാണ്. കണ്ണൂർ കോർപ്പറേഷൻ 2 ഇടങ്ങളിൽ BJP ജയിച്ചിട്ടുണ്ട്. 2 ഇടങ്ങളിൽ BJP കണ്ണൂർ കോർപ്പറേഷനിൽ ജയിച്ചു. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ നില വളരെയധികം മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് BJP-ക്ക് എന്ന് വേണം പറയാൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കുവാനുള്ള കുതിപ്പിലാണ് ഇപ്പോൾ BJP. 21 സീറ്റുകളിൽ ഇപ്പോഴും BJP ലീഡല്ല, അവർ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കൂടുതലും ജയിച്ച നില തന്നെയാണ് വരുന്നത്. കാരണം വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന രീതിയിൽ NDA തന്നെയാണ്. അഭിലാഷ്, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഒറ്റക്കക്ഷി എന്ന രീതിയിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് വരുമോ എന്നുള്ളത് സംശയമാണ്. 51 സീറ്റ് വേണം, അതിലേക്ക് വരാൻ സംശയമാണ്. എങ്കിൽ പോലും ഒറ്റക്കക്ഷി എന്ന രീതിയിൽ BJP തന്നെ മുന്നേറുന്ന കാഴ്ചയാണ്. തീർച്ചയായും. അതായത് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് തലസ്ഥാന നഗരിയിലേക്കാണ് എന്ന് ആത്യന്തികമായി നമുക്ക് പറയാൻ പറ്റുന്നു. അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി NDA-ക്ക് വിജയക്കൊടി പാറിച്ചുകൊണ്ട് ഒരു കോർപ്പറേഷനിൽ അധികാരത്തിലേറാൻ പറ്റുമോ? അതിനുള്ള സാധ്യതകൾ വിരളമാണ്. എങ്കിലും കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി NDA മാറിയേക്കുമെന്ന സൂചനകളാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് പുറത്തു വരുന്നത്. തിരുവനന്തപുരത്ത് 101 ഡിവിഷനുകൾ ആണ് ഉള്ളത്. അതിൽ തെരഞ്ഞെടുപ്പ് നടന്നത് 100 ഡിവിഷനുകളിലേക്ക്. അതിലിപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് NDA ആണ് എന്ന് പറയുമ്പോഴും 50-നപ്പുറത്തേക്കുള്ള ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ ഈ കോർപ്പറേഷനിൽ NDA-ക്ക് സാധിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 6 കോർപ്പറേഷനുകളിൽ, അതിൽ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ എന്നതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചന കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറുമെന്ന് പൊതുവെ NDA കരുതുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന അവരുടെ എക്കാലത്തെയും ആഗ്രഹം ഇത്തവണ നടക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. പക്ഷേ മഞ്ജുഷ, എന്തുകൊണ്ടാണ് കൊച്ചി നഗരസഭയിൽ വലിയ മുന്നൊരുക്കങ്ങൾ UDF നടത്തിയിരുന്നത്? ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കളത്തിലിറങ്ങി അത്രമേ വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടവും തെരഞ്ഞെടുപ്പ് പ്രചാരണവും നടത്തിയിട്ടും കൊച്ചിയിൽ മേൽക്കൈ നേടാൻ ഇത്തവണയും UDF-ന് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് LDF ഇപ്പോൾ വലിയ മുന്നേറ്റം. കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണയും UDF-ന് വിനയായത് റിബലുകളുടെ സാന്നിധ്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അന്തിമ ഫലത്തിലും അത് പ്രകടമാകുമെന്ന് തന്നെയാണ്. ചില റിബലുകളെങ്കിലും ജയിച്ചു വരുവാനുള്ള സാധ്യത പോലും കൊച്ചിയിൽ കാണുന്നുണ്ട്. ആദ്യ ഘട്ടത്തിൽ